സമഗ്ര ശിക്ഷ കേരള സ്റ്റേറ്റ് പ്രൊജക്ട് ഡയറക്ടർ നിയമനത്തിലും കോൺഗ്രസ് മുസ്ലിം ലീഗ് പോര്. ഡോക്ടർ മോഹൻകുമാറിനെ നിയമിച്ചതിൽ എതിർപ്പുമായി ലീഗ് കോൺഗ്രസ് അധ്യാപക സംഘടനകൾ രംഗത്തു വന്നു. മോഹൻകുമാർ ഇടത് അനുകൂലി എന്നാണ് പരാതി. ലീഗ് നിർദ്ദേശിച്ച പേരുകൾ വെട്ടി നിയമനം നടത്തിയതിലും അതൃപ്തിയുണ്ട്. മോഹൻകുമാറിന് ശമ്പളം നിശ്ചയിച്ചതിൽ അപാകതയുണ്ടെന്ന ആരോപണവും ഉയരും. വിദ്യാഭ്യാസ വകുപ്പിലെ സുപ്രധാന ചുമതലയായ സമഗ്ര ശിക്ഷ കേരളത്തിന്റെ പ്രൊജക്ട് ഡയറക്ടർ പദവിയിലേക്കുള്ള നിയമനമാണ് വിവാദമായത്. 8 വർഷം മുൻപ് വിരമിച്ച ഡോക്ടർ കെ മോഹൻകുമാറിനെ നിയമിച്ചതിൽ ലീഗ് അധ്യാപകർ കടുത്ത അതൃപ്തിയിലാണ്. ലീഗ് നിർദ്ദേശിച്ച 2 പേരെ ഒഴിവാക്കിയാണ് മോഹൻകുമാറിന് സർക്കാർ നിയമനം നൽകിയത്. നിസാർ ചേലേരി, പ്രൊഫസർ അബ്ദുൽ ലത്തീഫ് എന്നിവരുടെ പേരുകൾ പാർട്ടി ജനറൽ സെക്രട്ടറി നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ലീഗ് മന്ത്രിയുടെ വകുപ്പിൽ ലീഗ് നിർദ്ദേശങ്ങൾക്ക് പരിഗണന കിട്ടിയില്ല. ഇതാണ് അധ്യാപക സംഘടനകളെ ചൊടിപ്പിച്ചത്. രാഷ്ട്രീയ വിമർശനത്തിനൊപ്പം സാങ്കേതികവും നിയമപരവുമായ പ്രശ്നങ്ങളും ചുമതല കൈമാറിയതിൽ ഉണ്ട് എന്ന് ഇവർ ആരോപിക്കുന്നുണ്ട്. കോളേജ് പ്രിൻസിപ്പലായി വിരമിക്കുന്ന സമയത്തുള്ള ശമ്പളവും തസ്തികയ്ക്ക് ആനുപാതികമായ ഇപ്പോഴത്തെ ആനുകൂല്യങ്ങളും നൽകിക്കൊണ്ടുള്ള ഉത്തരവ് അസാധാരണമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശിച്ചത് പ്രകാരമാണ് മോഹൻകുമാറിനെ നിയമിച്ചത് എന്നും വിവരമുണ്ട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.